ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഷ് മസാല പൗഡറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ മസാലപ്പൊടികളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാറാണല്ലോ പതിവ്. അതിലൊക്കെ ഒത്തിരി മായം കലർന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ കറിക്ക് നല്ലൊരു രുചിയും മണവും കിട്ടാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നും വാങ്ങിക്കും. ഇനി നിങ്ങൾ ഫിഷ് മസാല പൗഡർ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട കേട്ടോ. നമുക്ക് മായമൊന്നും ചേർക്കാതെ നല്ല രുചിയിലും മണത്തിലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഈ ഫിഷ് മസാല പൗഡർ വെച്ചിട്ട് നല്ല നാടൻ മീൻകറിയും ഫിഷ് ഫ്രൈ കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഫിഷ് മസാല പൗഡർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 6 ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. അത് ഞാൻ 1.5 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മട്ടരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മട്ടരി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ 2 ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത്. ഗ്രാമ്പു 2 എണ്ണത്തിൽ കൂടരുത് ഇട്ടാൽ കൂടിപ്പോയാൽ ഇത് ഇറച്ചി മസാലപ്പൊടിയാവും. അപ്പോൾ നിങ്ങൾ ഗ്രാമ്പു എടുക്കുമ്പോൾ 2 എണ്ണത്തിൽ കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ 8 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കരിഞ്ഞു പോവാതെ റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇതിൽ ചേർത്ത് കൊടുത്ത അരി നന്നായിട്ട് പൊരിഞ്ഞ് വരും ചെയ്യും. പിന്നെ ഇതിലെ കറിവേപ്പില കൈകൊണ്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു വരണം, അതുവരെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു മീറ്റ് മസാല പൗഡറിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ നല്ലൊരു റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ കൈകൊണ്ട് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല പോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അതിന് പകരം നിങ്ങൾ എരിവുള്ള മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ എരിവ് കൂടി പോകും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുക്കുപൊടി നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി ഉണക്കിയെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതെല്ലാം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിതിവിടെ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല പോലെ റോസ്റ്റായി കിട്ടിയതുകൊണ്ട് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇത് സ്ട്രൈനറിലിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു മസാല പൗഡർ കൊണ്ട് കറി വെച്ചാൽ ആ കറിക്കൊരു പ്രത്യേക രുചിയും മണവുമാണ്. ഈ ഒരു ഫിഷ് മസാല പൗഡർ കൊണ്ട് നമുക്ക് കറി മാത്രമല്ല ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം, ഫിഷ് മസാല ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫിഷ് കൊണ്ട് എന്തൊക്കെ തയ്യാറാക്കി എടുക്കുന്നുവോ അതൊക്കെ ഈ മസാല പൗഡർ ചേർത്ത് കൊണ്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മളിവിടെ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഹോം മെയ്ഡ് ഫിഷ് മസാല പൗഡർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഫിഷ് മസാല പൗഡർ കടയിൽ നിന്നും വാങ്ങിക്കാതെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഈ ഒരു മസാല പൗഡർ കൊണ്ട് നമ്മളിവിടെ മീൻകറിയും ഫിഷ് ഫ്രൈയും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ അയലമീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീൻ കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഫിഷ് മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മസാല പൗഡറിൽ നമ്മൾ കുരുമുളകും എരിവുള്ള മുളകൊക്കെ ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുത്തതായതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഈ മീനിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ ഉൾഭാഗത്തും അരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ മസാല നല്ലപോലെ കൈകൊണ്ടാക്കി കൊടുത്തിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ മസാലയൊക്കെ ഈ മീനിൽ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മീനിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നന്നായി പഴുത്ത മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തതും 4 പച്ചമുളക് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളി പെട്ടെന്ന് സോഫ്റ്റായിട്ട് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ തക്കാളി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാനിത് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളി വെന്തിട്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുമൊന്നും വേണ്ട കേട്ടോ, നല്ല സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ പച്ചമാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വാളംപുളി പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാങ്ങ വെന്ത് വരുന്നത് വരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമ്മളിവിടെ തേങ്ങ അരച്ച മീൻകറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 മുറി തേങ്ങയും കുറച്ച് കുഞ്ഞുള്ളിയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പം ഞാൻ ഈ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് മാങ്ങ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ഫിഷ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ നിന്നും 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കറി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മീൻ ചേർത്ത ഉടനെ തവികൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മീൻ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പം മീൻ ഉടഞ്ഞു പോകും. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ കറി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക.
ഉള്ളി ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടുകൂടി തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കറി ഇളക്കൊന്നും ചെയ്യാതെ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കുഞ്ഞുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവർ ഈ കറിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മീൻ ഓരോന്നായിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. മീനിൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ വശവും വേവിച്ചെടുക്കുക. ഇപ്പോൾ മീനിൻ്റെ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈയും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഫിഷ് മസാല പൗഡർ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്